ഹേയ് ഹലോ ഫ്രണ്ട്സ്, കുറേ നാളായിട്ടിട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ആണ് മേഘുവിൻ്റെ കല്യാണ വ്ളോഗ്. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. കോളേജ് മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ കുറേ എക്സ്പെക്റ്റേഷൻസും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായ ഒരു കല്യാണമായിരുന്നു. കല്യാണം April 26 ഉണ്ടായത്. നമ്മൾ ഏകദേശം ഒരു മാർച്ച് മുതൽ ഷോപ്പിങ്ങും കാര്യങ്ങളും പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. ഡ്രസ്സ് എടുക്കാൻ നമ്മൾ പോയത് AR ഹാൻഡ്ലൂംസിലാണ്. റിലേറ്റീവ്സിനും പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിനും അവൾ തന്നെയാണ് സാരി എടുത്തു തന്നത്. അതെടുത്തത് AR ഹാൻഡ്ലൂംസ് എന്നാണ്. ഇതാണ് അവരുടെ ഷോറൂമും. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടോയെന്ന്. റേറ്റൊക്കെ നോർമൽ ആവറേജ് റേറ്റാണ്. ബട്ട് അറ്റ് ലാസ്റ്റ് ബില്ല് ചെയ്യുമ്പോൾ അവർ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്ത് തരും. സോ ഒരുപാട് സാരിയൊക്കെ എടുക്കാനുണ്ടെങ്കിൽ ദിസ് വുഡ് ബി എ ഗ്രേറ്റ് ഓപ്ഷൻ. പിന്നെ ഉണ്ടായത് ബ്രൈഡൽ ഷവറാണ്. ഇതൊരു March 5 ഉണ്ടായത്. നമ്മുടെ എല്ലാവരുടെയും ഒരു അവൈലബിലിറ്റി നോക്കി നേരത്തെ ചെയ്തതാണ്. ഇത് കൊച്ചിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടുണ്ടാവും. കുറേ ആൾ എൻക്വയറി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പവിഴമല്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേ പോലുള്ള ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെയാണ് ചെയ്തത്, അനന്തവും അഖിലും കൂടിയിട്ട്. സോ ദിസ് വാസ് ദി അട്ടയർ. കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ് നമ്മുടെ പ്ലാൻ ഉണ്ടായത്. അത് സക്സസ്ഫുള്ളായി ഗൈസ്. പഴയ രീതിയിലുള്ളൊരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. കുറേ ആൾക്കാർ നല്ല കമൻസും അഭിപ്രായമൊക്കെ പറഞ്ഞു. വി ആർ സോ ഹാപ്പി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിംഗ് ഒക്കെ തുടങ്ങി ഗൈസ്. കൊച്ചിയിൽ ഏകദേശം എല്ലാ ഷോപ്പിലും നമ്മൾ കയറിയിട്ടുണ്ടാവും. ഗുഡ് വിൽ, പരാഗ്, അങ്ങനെ ഡ്രസ്സ് എടുക്കലായിരുന്നു. ലീവൊക്കെ കിട്ടുന്ന എല്ലാ വീക്കെൻഡ്സിലൊക്കെ പോയി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി. ഞാൻ ഏകദേശം ഒരു 12+ ഡ്രസ്സ് മേഘുവിൻ്റെ കല്യാണത്തിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും. മേഘുവിനും പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് അത്രയും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 5 പരിപാടിയാണ് ഉണ്ടായത്. ഇതിന് ഓരോന്നിനും നമ്മൾ ഓരോ ഡ്രസ് കോഡും കളർ കോഡൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. സോ അത്രയും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും ഉണ്ടായിരുന്നു. ബട്ട് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. അങ്ങനെ ഏകദേശം ഡ്രസ്സൊക്കെ ഫ്ലാറ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ നാട്ടിലേക്ക് പോയി. ബാക്കി ഡ്രസ്സ് മൃദുവിൻ്റെ ഡ്രസ്സൊക്കെ സെറ്റാക്കി. അങ്ങനെ 23rd നൈറ്റ് ഞാൻ ഋതുവും കൂടി കണ്ണൂരേക്ക് പോയി. കണ്ണൂരാണ് മേഘുവിൻ്റെ വീട്. നേരത്തെ പോയത് എന്താണെന്ന് വെച്ചാൽ 24th മെഹന്തി ഉണ്ടായത്. സോ മെഹന്തി ഇടണമായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ഇട്ട് തുടങ്ങാമെന്ന് വെച്ച് അന്ന് രാത്രി തന്നെ ഇടാൻ തുടങ്ങി. മേഘു കുറച്ച് മിനിമലായിട്ടുള്ളൊരു ഡിസൈനാണ് തന്നിട്ടുണ്ടായത്. അത് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാവരുടെ കയ്യിലും മെഹന്തി ഇട്ട് കഴിഞ്ഞു. അതിൻ്റെ ഡ്രസ് കോഡ് ഈ ഗ്രീൻ ആൻഡ് ക്രീം ആയിരുന്നു. മേഘുവിൻ്റെ ഡ്രസ്സ് അറിയാതെ രാവണപ്രഭുവിൻ്റെ ആ പാട്ടിൻ്റെ റെഫറൻസിൽ എടുത്തൊരു ഡ്രസ്സാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ഇടാം. പിന്നെ അന്ന് രാത്രി നമ്മൾ കുറച്ച് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തു. ഇതായിരുന്നു എല്ലാവരുടെയും ഡ്രസ്സ്. അന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മിനിമലായിട്ടുള്ള പരിപാടിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് അമ്പലത്തിൽ പോകാൻ റെഡിയാവാൻ പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റ് റെഡിയാവാൻ തുടങ്ങി. അതിൻ്റെ ഡ്രസ് കോഡ് പട്ടുപാവാടയായിരുന്നു. നമ്മളൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സിൽ പണ്ട് നമ്മൾ ഇടാറില്ലേ സാരിയൊക്കെ വെട്ടി തയ്ച്ചുണ്ടാക്കുന്ന പട്ടുപാവാട, അതായിരുന്നു ഞങ്ങളിട്ടത്. അവൾ ക്രീം ആൻഡ് ഗോൾഡ് ആയിട്ടുള്ളൊരു ധാവണി സെറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് റെഡിയായി. ഭയങ്കര പീസ്ഫുള്ളായിട്ട് നടത്തിയൊരു ഷൂട്ടായിരുന്നു. രാവിലെ തന്നെ പോയതുകൊണ്ട് വി ഹാഡ് ഇനഫ് ടൈം. അമ്പലത്തിലും അത്യാവശ്യം വേറെയും ആ ഫോട്ടോഷൂട്ടിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവരുടെയും ഇൻഡിവിജ്വൽ ഫോട്ടോസും വീഡിയോസും ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് എടുത്ത് നല്ല പീസ്ഫുള്ളായിട്ട് വന്നു. മേഘുവിൻ്റെ കസിൻസ് കൂടി ഉണ്ടായിരുന്നു. എൻ്റെയും ഋതുവിൻ്റെയും സാരി AR ഹാൻഡ്ലൂംസിൽ നിന്ന് എടുത്തൊരു സാരിയാണ്. ഒരു 600 റേഞ്ചിൽ എന്തോ വന്ന സാരിയാണ്. അത് തയ്ച്ച് നമ്മൾ ഉണ്ടാക്കിയാണ്. എല്ലാവരും സാരി തയ്ച്ച് തന്നെയാണ് ഡ്രസ്സ് അടിച്ചത്. ഇത് ഇപ്പോൾ എല്ലാവരും ഒരു സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടാണ് ടെമ്പിൾ ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് വി വോണ്ട് ടു ഡു സം വെറൈറ്റി. നമ്മൾ മുന്നൊക്കെ ഇടാറില്ല നൊസ്റ്റാൾജിക് സാധനം പട്ടുപാവാട. അങ്ങനെ എല്ലാവരും റെഡിയാക്കി. രാവിലെ ചായ വേണ്ടവർക്കൊക്കെ ചായ കൊടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. 2 കാറിലായിട്ടാണ് പോയത്. നല്ല അടിപൊളി അമ്പലമായിരുന്നു. വലിയ കുളവും വലിയ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് അമ്പലം ഏതാണെന്ന് ചോദിച്ചത് കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. മേഘുവിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ അനന്തു ഉണ്ടായിരുന്നു. അനന്തു അന്ന് തലേദിവസം രാത്രിയാണ് എത്തിയത്. അവനും കുറേ ഫോട്ടോസൊക്കെ എടുത്തു തന്നു. അന്ന് വൈകിട്ടായിരുന്നു നമ്മുടെ മേഘൂസ് ഈവ് പ്ലസ് ഡാൻഡിയ പ്രോഗ്രാം. ഇതായിരുന്നു ഗൈസ് സ്റ്റേജ്. വി ആർ സോ ഹാപ്പി. നമ്മളിത് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ഡാൻഡിയ നൈറ്റ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, സ്റ്റേജൊക്കെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ നിന്ന് തപ്പിയാണ് ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തത്. നമ്മൾ ശരിക്കും കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അതേപോലെ അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പരിപാടി നടന്നത് ലിറ്റിൽ ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഇവൻറ്റ്
ഓർഗനൈസ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. മേഘുവിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഒരു ചെറിയ സ്റ്റേജ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഷട്ടിൽ കോർട്ടാണ് ഈ ഡാൻഡിയ നൈറ്റിന് വേണ്ടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനാണ് ആങ്കറിങ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് മേഘു സീവിലാണ്. അങ്ങനെ കുറേ റിലേറ്റീവ്സും അവരൊക്കെ വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ മേഘുവിന് ഡ്രസ്സ് ചേഞ്ച് ഉണ്ടായിരുന്നു. ഇതാണ് ഡാൻഡിയ നൈറ്റിൻ്റെ അവളുടെ ഡ്രസ്സ്. ഇത് ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. അങ്ങനെ നമ്മൾ കസിൻസും ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് നോർത്ത് ഇന്ത്യൻ ആ ഒരു രീതിയിലുള്ള ഡാൻസൊക്കെ കളിച്ചു. അവസാനം കളർ ഉണ്ടായിരുന്നു. ഹോളിക്ക് നമ്മൾ കളർ തേക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളറൊക്കെ തേച്ചു. പിന്നെ ഡാൻഡിയ സ്റ്റിക്സും ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചാണ് ഡാൻസ് കളിച്ചത്. അവിടെയുള്ള നാട്ടുകാരും പിന്നെ അവളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ അവിടെ ഇങ്ങനെ ചുറ്റും ഗാലറിയിൽ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഇവർ സോ ഹാപ്പി. നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആണ് ഇത് കല്യാണം. അപ്പോൾ നമ്മൾ എല്ലാവരും റെഡിയാവാൻ തുടങ്ങി. രാവിലെ എണീറ്റ് മേഘു മേക്കപ്പ് തുടങ്ങി. മേഘുവിൻ്റെ മേക്കപ്പിനും കുറേ എൻക്വയറീസ് ഉണ്ടായിരുന്നു. നല്ല സെറ്റിലായിട്ട് നാച്ചുറലായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മേഘു ഒരു റൂമിൽ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ തട്ടിക്കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും റെഡി ആവുന്നുണ്ട്. സാരി ഞാനാണ് ഡ്രീപ്പ് ചെയ്തത് എല്ലാവർക്കും. അത് സ്ഥിരമാണ്, വേറെ ആർക്കും സാരി ഉടുക്കാൻ അറിയില്ല. അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ ഒരു കലാപരിപാടിയാണ് രാവിലെ എണീറ്റ് ഈ സാരി ഉടുപ്പിക്കുന്നത്. സോ ഇതാണ് മേഘുവിൻ്റെ ഫൈനൽ ലുക്ക്. ഇതായിരുന്നു, ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഷീ ലുക്ക് സോ ക്യൂട്ട്. നല്ല അടിപൊളി ഫേഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന അടിപൊളി മേക്കപ്പായിരുന്നു. ഹെയർ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാരി കണ്ണൂരിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. നിതീഷും വന്നു. നിതീഷിന് ആദ്യം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റെഡിയായി. അമ്പലത്തിൽ നിന്നാണ് കല്യാണം ഉണ്ടായത്, കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന്. വി ആർ സോ ഹാപ്പി, അറ്റ് ദ സെയിം ടൈം എക്സൈറ്റഡ്, ഇമോഷണൽ എന്താണെന്നറിയില്ല അത് വിറ്റ്നസ് ചെയ്തപ്പോൾ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് താലി കെട്ടി ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഞങ്ങളുടെ സാരീനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മേഘമാണ് വാങ്ങി തന്നത്. എയർ ഹാൻഡ്ലൂംസിൽ നിന്ന് ഡബിൾ കളറിലാണ് വാങ്ങിയത്. ഓരോരോ ആൾക്കാരും ഓരോ കളറ്. ത്രൂ ഔട്ട് ഗോൾഡൻ ചെക്സ് വരുന്നുണ്ട്. ഉടുക്കാനൊക്കെ നല്ല ഈസി ആയിരുന്നു. നല്ല മെറ്റീരിയൽ. ഒരു 2.5-3K റേഞ്ചിലായിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് പോയി. റിഫ്ത ഹാളിൽ നിന്ന് വെച്ചാണ് ബാക്കി ഫുഡും മാലയിടലൊക്കെ ഉണ്ടായത്. അത് കഴിഞ്ഞ് നമ്മളെ ഒബ്വിയസ്ലി എല്ലാവരും ചോദിച്ചു ഡാൻസ് ഉണ്ടാവില്ലേന്ന്. അങ്ങനെ ഡാൻസ് ഉണ്ടായിരുന്നു. അവളെ എൻട്രിക്ക് വേണ്ടിയിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഡാൻസ് കളിച്ചു. പിന്നെ നോർമൽ കല്യാണം കഴിഞ്ഞു. പിന്നെയാണ് കഥ. കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. തലേദിവസം രാത്രി നമ്മൾ ഭയങ്കര കരച്ചിലായിരുന്നു. വിഷമമായി ഇങ്ങനെ. അന്നും ഭയങ്കര കരച്ചിൽ, എന്തോ സങ്കടമായിപ്പോയി. അത് കഴിഞ്ഞ് മേഘുവിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് തിരിച്ചു വരുമ്പോഴും കരഞ്ഞു. അങ്ങനെ ഞാനും വേറെ രണ്ടുപേരും അവിടുത്തെ മേഘുവിൻ്റെ വീട്ടിൽ തന്നെയാണ് നിന്നത്. പിറ്റേ ദിവസം റിസപ്ഷൻ ഉണ്ടായത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. ഇതാണ് മേഘുവിൻ്റെ ഔട്ട്ഫിറ്റ് ഉണ്ടായത്. അടിപൊളിയായിരുന്നു ഗൈസ്. എല്ലാവരും പറഞ്ഞു നമ്മളൊക്കെ ഈ ഒരു ബാർബി ഡോൾസിനെ പോലെയാണ് ഉണ്ടായത്. അതിന് ഇറ്റ് വാസ് എ ലോങ് വീഡിയോ. ഫുൾ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ദാറ്റ്സ് ഓൾ. ബൈ ബൈ. ലവ്.